ഹലോ വെൽക്കം ബാക്ക് ടു ടീച്ചേഴ്സ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഓക്കെ, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്രീഷിയേറ്റിംഗ് ഫിക്ഷൻ എന്ന് പറയുന്ന പേപ്പറിലെ ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഫിക്ഷനാണ്. സോ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വാച്ച് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതൊന്ന് വാച്ച് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു തേർഡ് പാർട്ട് വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ടിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ തേർഡ് പാർട്ട് ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ. നമ്മൾ ലാസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്യാരക്ടേഴ്സാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അറ്റ്മോസ്ഫിയർ ആണ്. സോ ലെറ്റ് us move on to that part. Okay, atmosphere is the aura or mood that surrounds the story. It can be joyous, tranquil, melancholic, eerie, tense or ominous. Atmosphere determines the emotional experience that the reader will have while reading the narrative. The mood is created by means of setting, attitude and descriptions. Though atmosphere and setting are closely connected to an extent, they can also be considered separate. The setting of the story is the location. Setting has a very significant role in evoking moods. A Gothic novel would not be Gothic without its setting. Writers use similes and metaphors in their descriptions to influence the sensory perceptions of the reader. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോറിയിൽ നിലനിൽക്കുന്ന ആ ഒരു മൂഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസ്ഥയാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു പക്ഷേ സന്തോഷമുള്ളതായിരിക്കാം, സമാധാനപരമായിരിക്കാം, ദുഃഖം നിറഞ്ഞതാവാം, അതും അല്ലെങ്കിൽ വല്ല പേടിപ്പെടുത്തലുകളോ ഒക്കെ ഉള്ളതാവാം. ഓക്കെ, ദെൻ ഒരു റീഡറിൻ്റെ ആ ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് ആക്ച്വലി തീരുമാനിക്കുന്നത് കഥയുടെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിയുടെ അറ്റ്മോസ്ഫിയർ ആണ്. ഈ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നത് സെറ്റിംഗ്, അതുപോലെ ആറ്റിറ്റ്യൂഡ്, ഡിസ്ക്രിപ്ഷൻസ് എന്നിവയിൽ കൂടെയാണ്. അറ്റ്മോസ്ഫിയറും സെറ്റിങ്ങും ഒരു ക്ലോസ്ലി കണക്റ്റഡ് ആണെങ്കിലും അത് ഒരു സെപ്പറേറ്റ് ആയിട്ടാണ് അതിനെ കാണാനായിട്ട് സാധിക്കുന്നത്. സെറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കഥ നടക്കുന്ന ആ ഒരു ഇടത്തെയാണ് അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷനെയാണ് നമ്മൾ സെറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു മൂഡ് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് സെറ്റിങ്ങിന് ഒരു സിഗ്നിഫിക്കൻറ്റ് റോൾ തന്നെയുണ്ട്. ശരിയായിട്ടുള്ളൊരു ഗോതിക് സെറ്റിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഗോതിക് നോവൽ ഗോതിക് ആവുകയില്ല എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റൈറ്റേഴ്സ് അവരുടെ ആ ഒരു മെറ്റഫേഴ്സും സിമിലീസും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു റീഡേഴ്സിൻ്റെ മനസ്സിലെ വികാരങ്ങൾ ഉദ്ദീപിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, പോയിന്റ് ഓഫ് വ്യൂ. In her popular story, Liesl and Poe, American writer Lauren Oliver wrote, "That is the strangest thing about the world, how it looks so different from every point of view. The story is of an orphan, 11-year-old Liesl, who has been locked up in the attic by her evil stepmother. In each work of fiction, the elements of fiction like characters, dialogue, action, setting, and events are presented to the reader in a particular way. The theory of narration gives various labels for the relations between the elements presented and the visions through which they are projected. Some of these labels are narrative perspective, narrative viewpoint, and point of view. Point of view is the eye through which the story is presented. Writers have developed various ways to present their stories. The most widely used modes are the first-person point of view and the third-person point of view. The second-person narrative is rarely used. Point of view can be identified by the pronouns the narrator uses to narrate the events. I and we for the first person, he, she and they for the third person, and you for the second person. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ റൈറ്റർ ആയിട്ടുള്ള ലോറൻ ഒലിവർ അവരുടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള സ്റ്റോറിയായ ലീസൽ പോയിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഈ ലോകത്തിൻ്റെ സ്ട്രേഞ്ചസ്റ്റ് തിങ് അല്ലെങ്കിൽ അസാധാരണത്വം എന്ന് പറയുന്നത് ഇതാണ്. ഓരോ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും നോക്കുമ്പോഴും എത്രമാത്രം ഡിഫറൻറ്റോട് കൂടെ അല്ലെങ്കിൽ വ്യത്യസ്തതയോടെയാണ് അത് കാണപ്പെടുന്നത്. ആക്ച്വലി ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഒരു 11 വയസ്സുള്ള ഓർഫൺ പെൺകുട്ടിയുടേതാണ്. ദുഷ്ടയായിട്ടുള്ള അവളുടെ ആ ഒരു സെക്കൻഡ് മദർ അവളെ മുകളിലുള്ള ഒരു അറ്റിക്കൽ എന്ന് പറഞ്ഞാൽ മുകളിലെ ആ ഒരു തട്ടിൻ പുറത്തിനെയാണ് അറ്റിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ നോവലിലും ക്യാരക്ടേഴ്സും ഡയലോഗ്സും ആക്ഷൻസും സെറ്റിങ്സും ഇവൻസും ഒക്കെ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ വേയിലാണ് ആക്ച്വലി അവർ ആ റീഡേഴ്സിന് അത് കൊടുക്കുന്നത്. തിയറി ഓഫ് നറേഷൻ എന്ന് പറയുന്നത് ചില വിവിധ ഘടകങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന വിധവും അതിൻ്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂസും ആധാരമാക്കി പല പേരുകളും നിർദ്ദേശിക്കുന്നുണ്ട്. നെഗറ്റീവ് പെർസ്പെക്റ്റീവ്, നെഗറ്റീവ് വ്യൂ പോയിന്റ്, പോയിന്റ് ഓഫ് വ്യൂ എന്നിവയാണ് അതിൽ ചിലത് വരുന്നത്. പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റോറി പ്രസൻറ്റ് ചെയ്യുന്ന ഐ അല്ലെങ്കിൽ കണ്ണ് എന്നാണ്. തങ്ങളുടെ സ്റ്റോറീസിൽ പ്രസൻറ്റ് ചെയ്യാൻ റൈറ്റേഴ്സ് പല രീതികളും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ, തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ എന്നിവയാണ്. സെക്കൻഡ് പേഴ്സൺ നറേറ്റീവ്
വളരെ റെയറായിട്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. കാരണം കഥ പറയുന്ന ആൾ അല്ലെങ്കിൽ ആ ഒരു നറേറ്റർ യൂസ് ചെയ്യുന്ന ആ ഒരു പ്രൊണൗണിനനുസരിച്ച് പോയിൻ്റ് ഓഫ് വ്യൂ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫസ്റ്റ് പേഴ്സണിൽ ഐ, വി എന്നിവയും, എന്നാൽ തേർഡ് പേഴ്സണിൽ ഹി, ഷീ, ദേ എന്നിവയും, സെക്കൻഡ് പേഴ്സണിൽ യു എന്നിവയുമാണ് യൂസ് ചെയ്യാറുള്ളത്. Okay, then first person point of view. In the first person point of view, the narrator refers to himself as I. The first person narrator can be a mere witness of the action or a major or minor character in the story. Marlowe in Joseph Conrad's Heart of Darkness is only a witness to the events he narrates. Ismail in Herman Melville's Moby Dick is a minor character in the story. He says, in her book Jane Eyre, Charlotte Bronte, the narrator is the central character. In most of the first-person narratives, the central character is the narrator. The first-person narrative has the advantages of directness, as the narrator recounts events as he experiences, remembers, or hears about them. ഇവിടെ പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ നറേറ്റർ ഐ അല്ലെങ്കിൽ ഞാൻ എന്ന വേർഡ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നാണ്. ഫസ്റ്റ് പേഴ്സൺ നറേറ്റർ ഒരു സന്ദർഭത്തിലെ വിറ്റ്നസ്സോ അല്ലെങ്കിൽ അതിലെ ഒരു മേജർ അല്ലെങ്കിൽ മൈനർ ക്യാരക്ടറോ ഒക്കെ ആവാം. ജോസഫ് കോൺറാഡിൻ്റെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന നോവലിൽ മാർലോയാണ് ആ ഒരു നറേറ്റർ എങ്കിലും അയാളൊരു വിറ്റ്നസ് മാത്രമാണ്. എന്നാൽ ഹെർമൻ മെൽവിലിൻ്റെ മോബി ഡിക്ക് എന്ന നോവലിൽ നറേറ്റർ ഇസ്മായിൽ ഒരു മൈനർ ക്യാരക്ടർ മാത്രമാണ്. ഷാർലറ്റ് ബ്രോണ്ടയുടെ ജെയിൻ എയർ എന്ന നോവലിൽ നറേറ്റർ ആയ ആൾ തന്നെയാണ് അതിലെ സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്നതും. ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അയാൾ കാണുന്ന കാര്യങ്ങളും അയാളുടെ ആ ഒരു എക്സ്പീരിയൻസസും ഒക്കെ നേരിട്ട് പറയാം എന്നുള്ളതാണ്. ദെൻ ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് ഹാസ് സം ഡിഫെക്ട്സ് ഓൾസോ. ഹിയർ ദ നറേറ്റിംഗ് ക്യാരക്ടേഴ്സ് ലിമിറ്റഡ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഷേപ്പ് ദ സ്റ്റോറി. Another limitation is that the first person narrator can't narrate his death. There are exceptions here, as we see Anastay FNT, a character in Orhan Pamuk's book My Name is Red, narrates his own death. Occasionally, works written from first person point of view have multiple narrators, as in My Name is Red by Orhan Pamuk and The Joy Luck Club by Amy Tan, an American writer. Some first person narrators are unreliable narrators. This term was coined by Wayne C. Booth, an American critic, in his Rhetoric of Fiction. To Booth, a narrator is unreliable A. if he has only limited knowledge or insight into what he is narrating, then B. if he has a strong personal involvement which makes his narration subjective, and C. if his ideological orientation is different from that of the text. Thus, we can say an unreliable narrator is one whose credibility is compromised. ഇവിടെ പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവിന് ചില ഡിഫക്ട്സ് ഉണ്ട് എന്നുള്ളതാണ്. നെറേറ്റീവ് ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു ലിമിറ്റഡ് നോളജും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവും കഥയെ ബാധിക്കുക തന്നെ ചെയ്യും. വേറൊരു ലിമിറ്റേഷൻ സ്വന്തം മരണത്തെ പറ്റി അയാൾക്ക് വിവരിക്കാൻ പറ്റില്ല എന്നതാണ്. പക്ഷേ ഇവിടെ സ്വന്തം മരണം വിവരിക്കുന്ന ചില നോവൽസും ഉണ്ട്. മൈ നെയിം ഈസ് റെഡ് എന്ന ഓഹൻ പമുക്കിൻ്റെ നോവലിൽ അതിലെ ഒരു ക്യാരക്ടറായിട്ടുള്ള എനിസ്റ്റേ FNT തൻ്റെ മരണം വിവരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതിയിട്ടുള്ള നോവൽസിൽ ഒന്നിൽ കൂടുതൽ, അതായത് മൾട്ടിപ്പിൾ നെറേറ്റേഴ്സിനെയൊക്കെ കാണാറുണ്ട്. ഓഹൻ പമുക്കിൻ്റെ മൈ നെയിം ഈസ് റെഡ്, അമേരിക്കൻ റൈറ്ററായിട്ടുള്ള എമി ടാനിൻ്റെ ദ ജോയ് ലക്ക് ക്ലബ് എന്നിവ ഇതിൻ്റെ ഒരു എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ചില ഫസ്റ്റ് പേഴ്സൺ നറേറ്റേഴ്സ് എന്ന് പറയുന്നത് അൺറിലയബിൾ നറേറ്റേഴ്സ് ആണ്. അമേരിക്കൻ ക്രിട്ടിക് ആയിട്ടുള്ള വെയ്ൻ സി ബൂത്ത് തൻ്റെ റെറ്ററിക് ഓഫ് ഫിക്ഷൻ എന്ന പുസ്തകത്തിലാണ് ഈ പേര് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത്. ബൂത്തിൻ്റെ അഭിപ്രായത്തിൽ 3 കാര്യങ്ങൾ കൊണ്ടാണ് ഒരു നറേറ്റർ അൺറിലയബിൾ അല്ലെങ്കിൽ വിശ്വാസയോഗ്യമല്ലാതാകുന്നത്. അതിൽ എ അല്ലെങ്കിൽ ഫസ്റ്റ് വൺ ആയിട്ട് പറയുന്നത് അയാൾക്ക് ആ ഒരു ലിമിറ്റഡ് നോളജും കാഴ്ചപ്പാടും മാത്രമേ ഉള്ളപ്പോൾ. ദെൻ ബി സെക്കൻഡ് വൺ ആയിട്ട് പറയുന്നത് അയാൾക്ക് കഥയിൽ ഒരു വലിയ പങ്കുണ്ടെങ്കിൽ, അതായത് അയാളുടെ കഥ പറച്ചിൽ മുൻവിധിയോട് കൂടിയുള്ളതായിരിക്കും. ദെൻ സി തേർഡ് വൺ ആയിട്ട് പറയുന്നത് അയാളുടെ ആ ഒരു ഐഡിയോളജിക്കൽ ഓറിയൻറ്റേഷൻ, അതായത് ആശയപരമായിട്ടുള്ള ആ ഒരു നിലപാടുകൾ ആ ഒരു കഥയിൽ നിന്നും വ്യത്യസ്തമാവുന്ന സമയത്ത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു വിശ്വസ്തത ഇല്ലാത്ത ഒരാളെയാണ് ആക്ച്വലി അൺറിലയബിൾ നറേറ്റർ എന്ന് പറയുന്നത്. Okay, the next one, third person point of view. In third person point of view, the narrator is not a character in the events but stands outside those events. In such narrators, all characters are referred to as he, she or they.
Third-person narratives are of two major kinds, omniscient and limited. Omniscient means all-knowing. An omniscient narrator can enter the consciousness of any character, evaluate motives and explain feelings and recount the background and predict the outcome of any situation. He has full knowledge of all the events in the story. He can even describe events happening in different places at the same time. An omniscient narrator who offers philosophical or moral commentary on the characters and events he describes is called an intrusive narrator. The narrator of William Makepeace Thackeray's Vanity Fair is an omniscient intrusive narrator. The unintrusive omniscient narrators do not comment or judge the characters and events. ഇവിടെ തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ നറേറ്റർ ഇവൻസുമായിട്ട് ബന്ധമില്ലാത്ത ആളാണ്. കഥയുടെ പുറത്തു നിന്ന് കാര്യങ്ങൾ കാണുകയാണ് ഇയാൾ ചെയ്യുന്നത്. അത്തരം നോവൽസിൽ എല്ലാ ക്യാരക്ടേഴ്സിനെയും ഹീ, ഷീ, ദേ, അതായത് അവൻ, അവൾ, അവർ എന്നീ വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് റെഫർ ചെയ്യുന്നത്. തേർഡ് പേഴ്സൺ നറേറ്റീവ് രണ്ട് തരമുണ്ട്. ഒന്ന് ഒംനിസിയൻ്റ് ആണ്, ദെൻ സെക്കൻഡ് വൺ ലിമിറ്റഡ്. ഒംനിസിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ നോയിങ്, അതായത് എല്ലാം അറിയുന്നവൻ എന്നാണ്. അത്ര ഒരാൾക്ക് ഏത് ക്യാരക്ടേഴ്സിനെയും മനസ്സിൽ കയറി അയാളുടെ എല്ലാവിധ ചിന്തകളെയും വികാരങ്ങളെയും ഒക്കെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ആ ഒരു കഥയുടെ ബാക്ക്ഗ്രൗണ്ട് വിവരിക്കാനും ഭാവിയിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് പ്രഡിക്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. കഥയിലെ എല്ലാ സംഭവങ്ങളെയും പറ്റിയുള്ളൊരു ഫുൾ നോളജ് തന്നെ അയാൾക്കുണ്ടായിരിക്കും. പല സ്ഥലങ്ങളിൽ നടക്കുന്ന ഇവൻറ്റ്സും അതുപോലെ തന്നെ ഒരേ സമയം തന്നെ അയാൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാനും സാധിക്കും. താൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ പറ്റിയും ഇവൻറ്റ്സിനെ പറ്റിയൊക്കെ ഒരു ഫിലോസഫിക്കലായും അതുപോലെ തന്നെ മോറലായിട്ടുള്ളൊക്കെ ആ ഒരു കമൻട്രി അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായങ്ങൾ പറയുന്ന ഒംനിസിയൻ്റ് നറേറ്ററെ നമ്മൾ ഇൻട്രൂസീവ് നറേറ്റർ എന്നാണ് വിളിക്കാറുള്ളത്. വില്യം മേക്പീസ് താക്കറയുടെ വാനിറ്റി ഫെയർ എന്നുള്ള നോവലിലെ ആ ഒരു നറേറ്റർ ഒംനിസിയൻ്റ് ഇൻട്രൂസീവ് നറേറ്ററാണ്. അൺഇൻട്രൂസീവ് ഒംനിസിയൻ്റ് നറേറ്റേഴ്സ് ആ ഒരു ക്യാരക്ടേഴ്സിനെയോ അല്ലെങ്കിൽ ഇവൻറ്റ്സിനെയോ ഒക്കെ പറ്റി അവരുടെ കമൻസോ അതുപോലെ തന്നെ ജഡ്ജോ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ in third person limited point of view, the narrator tells the story through the eyes of a single character. Thus, the narrator restricts the point of view to the understanding and experience of one character. Rarely, there can be more than one narrator. Catherine Manfield's story, Miss Brill, is written from the limited point of view. An extreme form of third person limited point of view is the stream of consciousness technique. It is used to replicate the thought process of a character with no intervention from the narrator. Writers like James Joyce, Virginia Woolf and William Faulkner were masters of this technique. ഇവിടെ തേർഡ് പേഴ്സൺ ലിമിറ്റഡ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ക്യാരക്ടറിൻ്റെ മാത്രം കണ്ണിൽ കൂടെ കണ്ടാണ് നറേറ്റർ കഥ പറയുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് ഒരു ക്യാരക്ടറിൻ്റെ മാത്രം അറിവിലും അവരുടെ ആ ഒരു എക്സ്പീരിയൻസിലും ഒക്കെ ആയിട്ട് കഥ പറച്ചിൽ പരിമിതപ്പെടുകയാണ് ചെയ്യുന്നത്. വളരെ റെയറായിട്ട് മാത്രമേ ഒന്നിൽ കൂടുതൽ നറേറ്ററെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. കാതറിൻ മാൻസ്ഫീൽഡിൻ്റെ മിസ് ബ്രിൽ എന്ന കഥ ഒരു ലിമിറ്റഡ് പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു പ്രത്യേക വിഭാഗമാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്ക് എന്നുള്ളത്. ഇവിടെ നറേറ്ററിൻ്റെ ഇടപെടൽ ഇല്ലാതെ തന്നെ ക്യാരക്ടറിൻ്റെ ചിന്തകൾ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ആ ഒരു റൈറ്റേഴ്സിൽ കുറച്ച് ആളുകളുടെ നെയിമാണ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഒന്ന് നമ്മുടെ ജെയിംസ് ജോയ്സ്, അതുപോലെ തന്നെ വെർജീനിയ വോൾഫ്, വില്യം ഫോക്നർ, ഇവരെല്ലാവരും അതിൽപ്പെട്ട ആളുകളായിരുന്നു. ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുള്ള ആളുകളായിരുന്നു. ഓക്കെ, ദെൻ second person point of view. Here the narrator addresses the narrative directly using the pronoun you. The narrative is the person inside the text to whom the narrator is speaking. The narrator thinks that the narrative is experiencing the events along with him. The narrative can be the reader, a character who comes later in the story, or a listener who is never identified. Bright Lights, Big City by the American author J. McNerney is a good example of second person point of view. Another example is If on a Winter's Night, a Traveler by Italo Calvino, an Italian journalist. The second person narrative is rare. ഇവിടെ നറേറ്റീയെ യു അല്ലെങ്കിൽ നിങ്ങൾ എന്ന് നേരിട്ട് അഡ്രസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു കഥയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് കഥ കേൾക്കുന്ന ആളാണ് ആക്ച്വലി നറേറ്റീവ് എന്ന് പറയുന്നത്. തന്നെ പോലെ തന്നെ നറേറ്റീവും കഥയിലെ സംഭവങ്ങളിൽ ഭാഗഭാഗമാക്കുന്നതായിട്ട് നറേറ്റർ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. നറേറ്റീവ് ഒരുപക്ഷെ റീഡർ ആയിരിക്കാം, അല്ലെങ്കിൽ കഥയിൽ പിന്നീട് വരുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കാം, അതും അല്ലെങ്കിൽ ഒരു പേരില്ലാത്ത വെറും ലിസണർ മാത്രം ആയിരിക്കാം.
അമേരിക്കൻ റൈറ്റർ ആയിട്ടുള്ള ജെയ് മാക്കിനേരിയുടെ ബ്രൈറ്റ് ലൈറ്റ്സ് ബിഗ് സിറ്റി സെക്കൻഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിന് നല്ലൊരു എക്സാമ്പിളായിട്ട് വരുന്നതാണ്. മറ്റൊരു എക്സാമ്പിളായിട്ട് പറയുന്നത് ഇറ്റാലിയൻ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഇറ്റാലോ കാൽവിനോയുടെ ഇഫ് ഓൺ എ വിൻഡോസ് നൈറ്റ് ട്രാവലർ ആണ്. അപ്പോൾ ഒരു സെക്കൻഡ് പേഴ്സൺ നെറേറ്റീവ് വളരെ ഒരു റെയർ ആയിട്ടുള്ള ഒരു നെറേറ്റീവാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, നെറേറ്റീവ് ടെക്നിക്സ്. As human beings, we all like stories. One writer has said, even when the body goes to sleep, the mind keeps awake all night telling itself stories. How one tells the story is perhaps more important than the story itself. The effect of the story depends on the way it is told. Writers use different techniques to tell their stories effectively. The techniques of narration include a writer's choice of the genre, selection and ordering of events, use of a particular point of view, bringing a suitable atmosphere or mood, and the use of various literary or stylistic devices such as similes, metaphors, allusions, imagery, etc. There are many techniques that a writer may adopt. We will talk about a few of them. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ അല്ലെങ്കിൽ മനുഷ്യരെന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും സ്റ്റോറീസ് ഇഷ്ടമാണ്. അപ്പോൾ ഒരു റൈറ്റർ പറഞ്ഞ ഒരു കാര്യമാണ് നമുക്കിവിടെ കൊട്ടേഷനിൽ കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മുടെ ശരീരം ഉറങ്ങുമ്പോഴും മനസ്സ് രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് അതിനോട് തന്നെ കഥകൾ പറയുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതാണ് ആ ഒരു കോട്ടിൽ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരാൾ കഥ പറയുന്നത് എന്നതിനാണ് കഥയേക്കാൾ കൂടുതലായിട്ട് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റോറിയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് അത് പറയുന്ന രീതിക്കനുസരിച്ചാണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ആശ്രയിച്ചിട്ടാണ് അതിരിക്കുന്നത്. അപ്പോൾ തങ്ങളുടെ കഥകൾ നന്നായി പറയാനും അതുപോലെ തന്നെ ആ റൈറ്റേഴ്സിന് വിവിധ ടെക്നിക്സ് അവർ യൂസ് ചെയ്യുന്നുള്ളത് നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു നറേഷനിൽ ഏത് ടൈപ്പാണ് ഒരു റൈറ്റർ സെലക്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ആ ഒരു സംഭവങ്ങൾ, അതായത് സെലക്ഷൻ, ഓർഡറിങ് ഓഫ് ഇവൻറ്റ്സ്, യൂസ് ഓഫ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് വ്യൂ, അതുപോലെ തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയർ, മൂഡ്, ദെൻ വാരിയസ് ലിറ്റററി ഓർ സ്റ്റാലിസ്റ്റിക് ഡിവൈസസ് സച്ച് ആസ് സിമിലീസ്, മെറ്റഫേഴ്സ്, എല്യൂഷൻസ്, ഇമേജറി, ഇതെല്ലാം എങ്ങനെയാണ് ഈ ഒരു നറേഷൻ നമ്മുടെ ടെക്നിക്കിൽ ഉൾപ്പെടുത്തുന്നത് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഒരു റൈറ്റർ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത്തരം പല ടെക്നിക്സും നമ്മുടെ റൈറ്റേഴ്സിൻ്റെ കയ്യിലുണ്ട്. ഒരുപാട് ടെക്നിക്സ് അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ദർ ആർ മെനി ടെക്നിക്സ് ദാറ്റ് എ റൈറ്റർ മേ അഡോപ്റ്റ്. ഒരുപാട് ടെക്നിക്സ് നമ്മുടെ റൈറ്റേഴ്സ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിൽ വരുന്ന കുറച്ച് ടെക്നിക്സാണ് ഇനി നമുക്ക് താഴെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് ഇനി എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. Okay, then the first one is anachronism, flashback and flash forward. Anachrony is a term used in modern narratology. It shows a discrepancy between the chronological order of events in a story and the order in which they are presented in the plot. Anachronies are either flashbacks or flash forwards. Gerard Genette, a French literary theorist, renamed these terms as analepsis and prolapsus. Flashbacks interrupt the chronological order of the plot to show an event in the past. Flash forward takes the narrative forward in time from the current time in the story. There is also another term, foreshadowing. It is a device in which the writer gives subtle hints about the events that are going to happen in the story. The difference between flash forward and foreshadowing is that in flash forward the plot jumps ahead to the future, but in foreshadowing the writer gives some hints about later developments. Okay, അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ മോഡേൺ നെറേറ്റോളജിയിൽ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് അനക്രോണി എന്ന് പറയുന്നത്. അപ്പോൾ സംഭവങ്ങൾ നടന്ന ആ ഒരു സമയക്രമം അല്ലെങ്കിൽ ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറും അത് കഥയിൽ അവതരിപ്പിക്കുന്ന ആ ഒരു സമയവും തമ്മിലുള്ള വ്യത്യാസം വരുത്തുന്നതാണിത്. അപ്പം ഇത് ഫ്ലാഷ് ബാക്കുകളോ അല്ലെങ്കിൽ ഫ്ലാഷ് ഫോർവേഡുകളോ ആയിരിക്കാം. ഫ്രഞ്ച് ലിറ്റററി തിയറിസ്റ്റ് ആയിട്ടുള്ള ജെറാർഡ് ഗനെറ്റി ഫ്ലാഷ് ബാക്കിനെ അനലപ്സിസ് എന്നും അതുപോലെ തന്നെ ഫ്ലാഷ് ഫോർവേഡിനെ പ്രൊലപ്സിസ് എന്നുമാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഫ്ലാഷ് ബാക്കുകൾ ഈ ഒരു ക്രോണോളജിക്കൽ ഓർഡർ മറികടന്ന് ആ ഒരു പാസ്റ്റ് ഇവൻറ്റ്സ് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലാഷ് ഫോർവേഡ് കഥയെ പെട്ടെന്ന് മുന്നോട്ട് കൊണ്ടുപോയി വരാനിരിക്കുന്ന കാര്യങ്ങൾ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഈ കൂട്ടത്തിൽപ്പെട്ട മറ്റൊരു ടേമാണ് ഫോർഷാഡോയിങ് എന്ന് പറയുന്നത്. ഇതിൽ റൈറ്റേഴ്സ് വരാനിരിക്കുന്ന ആ ഒരു ഭാവിയിൽ വരാനിരിക്കുന്ന സംഭവങ്ങളെപ്പറ്റി ചില ഹിൻസ് മാത്രം തരുന്നുണ്ട്. ദെൻ ഫ്ലാഷ് ഫോർവേഡും അതുപോലെ തന്നെ ഫോർഷാഡോയിങ്ങും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇവിടെ ഫ്ലാഷ് ഫോർവേഡ് പ്ലോട്ട് ഫ്യൂച്ചറിലേക്ക് കാണിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ
ഫോർ ഷാഡോയിങ് എന്ന് പറയുന്നത് റൈറ്റേഴ്സിന് വരാനിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ചില ഹിൻസ് മാത്രം തരാണ് ചെയ്യുന്നത്. ഓക്കെ, the next one, allusion. An allusion is an indirect reference to another literary or historical work, figure, place, or event. The reference is not explained because the author thinks that the reader knows about the allusions. In Western literary, allusions to the biblical figures and Greek mythology are common. Allusions allow writers to express complex ideas in a simple way. Skilled writers use allusions to pack several layers of meanings in their writings. Chinua Achebe's novel Things Fall Apart is an allusion to the poem Second Coming by W.B. Yeats. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ലിറ്റററി അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ വർക്ക്, ഫിഗർ, പ്ലേസ്, ഇവൻറ്റ് എന്നിവയെ പറ്റി നടത്തുന്ന ഒരു ഇൻഡയറക്റ്റ് റെഫറൻസ് ആണ് എല്യൂഷൻ എന്നുള്ളത്. ഈ ഒരു റെഫറൻസ് വിവരിച്ച് പറയാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഥർ വിചാരിക്കുന്നത് റീഡേഴ്സിന് അത്തരം റെഫറൻസ് എളുപ്പത്തിൽ മനസ്സിലാകുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു കോംപ്ലക്സ് ഐഡിയാസ് ലളിതമായിട്ട് പറയാൻ നമ്മുടെ എല്യൂഷൻസ് സഹായകമാകുന്നുണ്ട്. സ്കിൽഡ് റൈറ്റേഴ്സ്, അതായത് നമ്മുടെ സമർത്ഥരായിട്ടുള്ള എഴുത്തുകാർ എല്യൂഷൻസ് യൂസ് ചെയ്തിട്ട് വിവിധ അർത്ഥതലങ്ങൾ അവരുടെ രചനകളിൽ അടക്കി വയ്ക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ചിനുവ അച്ചേബെയുടെ നോവലായിട്ടുള്ള തിങ്സ് ഫോൾ അപ്പാർട്ട്, W.B. യീറ്റ്സിൻ്റെ സെക്കൻഡ് കമ്മിങ് എന്ന ആ ഒരു പോയത്തിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടലാണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, symbols. A symbol represents something else, usually an idea associated with it. Each culture has many well-known symbols. National flags, the hammer and sickle, a king's crown, the red cross, the 5 intertwined Olympic rings are also examples. Roses, mountains, snakes, birds, etc. are popular symbols in literature. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് പറയുന്നത് സിമ്പിൾസിനെ കുറിച്ചാണ്. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, യെസ്, പ്രതീകം എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ മറ്റൊന്നിനെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ കൾച്ചറിനും അതിൻ്റേതായിട്ടുള്ള സിമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നാഷണൽ ഫ്ലാഗ്സ്, ദെൻ ഹാമർ ആൻഡ് സിക്കിൾ, കിങ്ങിൻ്റെ ക്രൗൺ, അതായത് നമ്മുടെ കിങ്ങിൻ്റെ കിരീടം, ദെൻ റെഡ് ക്രോസ്, ദെൻ പിന്നെ പറയുന്നുണ്ട് 5 intertwined ഒളിമ്പിക് റിങ്സ്, അതായത് കൂട്ടിച്ചേർക്കപ്പെട്ട 5 ഒളിമ്പിക് റിങ്സ്. ഇതെല്ലാം സിമ്പിൾസാണ്. മാത്രമല്ല റോസസ്, മൗണ്ടെയിൻസ്, സ്നേക്സ്, ബേർഡ്സ് തുടങ്ങിയവയെല്ലാം നമ്മുടെ ലിറ്ററേച്ചറിൻ്റെ സിമ്പിൾസും ആണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ഐറണി. ദിസ് ഈസ് ദ ടെക്നിക് ഓഫ് ഇംപ്ലൈയിങ് സംതിങ് വെരി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് വൺ റിയലി സീസ്. We all know that actor Pakru is a very short man. So, if we say, I met the tall actor Pakru, we use tall to mean very short. If we say jackfruit is the smallest fruit in Kerala as a joke, smallest here means biggest. ഐറണി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയുന്നതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മീനിങ്ങിനെ കാണുന്നതാണ് നമ്മൾ ഐറണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ ഗിന്നസ് പക്രു വളരെ ചെറിയൊരു മനുഷ്യനാണ് എന്ന്. പക്ഷേ നമ്മൾ വളരെ പൊക്കമുള്ള പക്രു എന്ന നടനെ ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പൊക്കമുള്ള അല്ലെങ്കിൽ ആ ഒരു ടോളസ്റ്റ് ആയിട്ടുള്ള എന്നതിനുള്ള അർത്ഥം പൊക്കമില്ലാത്ത എന്നായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും ചെറിയ ഫ്രൂട്ട് എന്ന് പറയുന്നത് ജാക്ക് ഫ്രൂട്ടാണ് എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും ചെറിയത് എന്നതിനർത്ഥം ഏറ്റവും വലിയത് എന്നായിട്ട് മാറും. അതാണ് നമ്മൾ ഐറണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ പറയുന്നതിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിപരീതമായിട്ടുള്ള അർത്ഥം കാണുന്നതാണ് ഐറണി എന്ന് പറയുന്നത്. Next one, Deus ex machina. Deus ex machina is a Latin phrase which means God from a machine. The machine in question is a mechanical device used in the ancient theatre to transport deities onto the stage at a critical point to resolve a conflict. The term is now used pejoratively for any improbable or unexpected twist in the story to solve a complicated problem. ഓക്കെ, അപ്പം ആക്ച്വലി നമ്മുടെ ഈ ഒരു ഡ്വക്സ് എക്സ് മെഷീന എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ ഫ്രേസാണ്. അത് മെഷീനിൽ നിന്നുള്ള ദൈവം എന്നാണ് അതിനെ മീൻ ചെയ്യുന്നത്. പണ്ടൊക്കെ നാടകങ്ങളിൽ ചില വിഷമഘട്ടങ്ങളിൽ പരിഹാരം കാണുന്നതിനായിട്ട് ദൈവങ്ങളെ സ്റ്റേജിലേക്ക് ചില പ്രത്യേക മെഷീൻസിൽ അല്ലെങ്കിൽ യന്ത്രങ്ങളിൽ ഘടിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു പതിവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു പതിവിനെയാണ് ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ അസാധ്യമായിട്ടുള്ള ചില ട്വിസ്റ്റുകൾ കഥയിലുണ്ടാകുന്ന സമയത്ത് അത് സോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ പരിഹരിക്കുന്ന ആ ഒരു വിധത്തെ കാണിക്കാനായിട്ട് അല്ലെങ്കിൽ കളിയാക്കുന്ന വിധത്തിൽ ഈ ഒരു പ്രയോഗം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ്
പറയുന്നത്. Epigraph. An epigraph is a short quotation or saying at the beginning of a chapter or book. It serves to suggest the theme of the work. The present text, Appreciating Fiction, has epigraphs at the start of each of the modules. ഓക്കെ, അപ്പോൾ ഇവിടെ എപ്പിഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ബുക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിൻ്റെയോ ഒക്കെ തുടക്കത്തിൽ കൊടുക്കുന്ന ആ ഒരു ചെറിയ കൊട്ടേഷനെയാണ് നമ്മൾ എപ്പിഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ബുക്കിൻ്റെയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ആ ഒരു ചാപ്റ്ററിൻ്റെയോ ഒക്കെ ആ ഒരു പ്രമേയത്തെ സൂചിപ്പിക്കാൻ ഇങ്ങനെയുള്ള ചില കൊട്ടേഷൻസ് വളരെ ഹെൽപ്ഫുൾ ആവാറുണ്ട്. ഇവിടെ അപ്രീഷിയേറ്റിംഗ് ഫിക്ഷൻ എന്ന ടെക്സ്റ്റിൽ ഓരോ മൊഡ്യൂളിന് മുൻപും എപ്പിഗ്രാഫ്സ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ബുക്സിലെല്ലാവർക്കും അത് കൊടുത്തിട്ടുണ്ട്, ആ ഒരു എപ്പിഗ്രാഫ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ എപ്പിഫനി. Epiphany means manifestation or showing forth. In Christianity, the term shows the manifestation of God's presence within the created universe, specifically the revelation of the Magi, the wise men from the east, of the divinity of Christ. In literature, epiphany means a sudden insight or revelation brought by a common object, gesture, statement, situation, or common. Many writers use this technique to make their characters round and increase their importance in the story. James Joyce is a master in this art. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു എപ്പിഫനി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മാനിഫെസ്റ്റേഷൻ, അതുപോലെ തന്നെ ഷോയിങ് ഫോർത്ത് എന്നതിനെയാണ്. നമ്മുടെ ക്രിസ്ത്യാനിറ്റിയിൽ ആ ഒരു യൂണിവേഴ്സിലെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം കാണിക്കുന്നതിനെയാണ് നമ്മൾ എപ്പിഫനി എന്ന് പറയുന്നത്. അതിൽ പറയുന്നുണ്ട്, ആ ഒരു ബത്ലഹേമിൽ യേശു ജനിച്ച സമയത്ത് ഈസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ കിഴക്ക് നിന്നും വന്നിട്ടുള്ള ആ ഒരു 3 ജ്ഞാനികളായിട്ടുള്ള ആളുകൾ, അവരിൽ കൂടി നമ്മുടെ ക്രിസ്തുവിൻ്റെ ആ ഒരു ദൈവികത അവർ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ലിറ്റററിയിൽ ഈ ഒരു എപ്പിഫനിയുടെ അർത്ഥം എന്തെങ്കിലും ഒരു സാധാരണ ആയിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒബ്ജക്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ ജെസ്റ്റർ കൊണ്ടോ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സിറ്റുവേഷൻ കൊണ്ടോ ആ ഒരു മൊമെൻറ്റ് കൊണ്ടോ ഒക്കെ ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പല റൈറ്റേഴ്സും ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് അവരുടെ ക്യാരക്ടേഴ്സിനെ റൗണ്ട് ആക്കി ആ ഒരു കഥയിൽ അവരുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആർട്ടിൽ ഏറ്റവും ഒരു മാസ്റ്ററായിട്ടുള്ള ഒരു നോവലിസ്റ്റാണ് നമ്മുടെ ജെയിംസ് ജോയ്സ് എന്ന് പറയുന്നത്. Then anthropomorphism. This is the attribution of human characteristics to animals, birds, and other inanimate objects. We find good examples in Aesop's fables. George Orwell has used it effectively in his Animal Farm. With great effect, anthropomorphism is somewhat different from personification. In anthropomorphism, the non-human entity possesses the human traits, but in personification, the non-human entity seems like possessing them. ഓക്കെ, അപ്പോൾ ഇവിടെ ആന്ത്രോപോമോർഫിസം എന്ന് പറയുന്നത് അവിടെ ആനിമൽസിനും ബേർഡ്സിനും അതുപോലെ തന്നെ മറ്റു ജീവനില്ലാത്ത വസ്തുക്കൾക്കും ആ ഒരു മനുഷ്യൻ്റെ സവിശേഷതകൾ കൽപ്പിച്ചു കൊടുക്കുന്നതിനെയാണ്. ഈസോപ്പ് സ്റ്റോറീസിൽ അല്ലെങ്കിൽ ആ ഒരു ഈസോപ്പ് ഫേബിൾസിൽ, ആ ഒരു ഈസോപ്പ് കഥകളിൽ ഇതിൻ്റെ ഉപയോഗം ധാരാളമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ആനിമൽ ഫാം എന്ന ആ ഒരു കൃതിയിൽ ജോർജ് ഓവൽ ഇത് വളരെ സമർത്ഥമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പേഴ്സോണിഫിക്കേഷനിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ആന്ത്രോപോമോർഫിസം എന്ന് പറയുന്നത്. ആന്ത്രോപോമോർഫിസത്തിൽ നമ്മുടെ മനുഷ്യരല്ലാത്തവർക്ക് എല്ലാ മനുഷ്യഗുണങ്ങളും ഉണ്ട്, പക്ഷേ പേഴ്സോണിഫിക്കേഷനിൽ മനുഷ്യരല്ലാത്തവർക്ക് അത്തരം ഗുണങ്ങളുണ്ടെന്ന് തോന്നിപ്പിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Then parody. A parody is a mocking imitation of the characteristic features of a particular work, the style of a particular author, or the features of the literary genre. It is like caricature which exaggerates certain traits. The Greek dramatist Aristophanes parodied the styles of Aeschylus and Euripides in Frogs. Cervantes parodied the whole tradition of the medieval romances in Don Quixote. Henry Fielding's Pamela is a parody of Samuel Richardson's Pamela. ഇവിടെ പാരഡി എന്ന് പറയുന്നത് ഒരു വർക്കിൻ്റെയോ ഓതറിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലിൻ്റെയോ ഒക്കെ സാഹിത്യ രചനകളുടെ ഏതെങ്കിലും വർഗത്തെയോ ഒക്കെ കളിയാക്കിക്കൊണ്ട് വളരെ ഹാസ്യമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാരഡി എന്ന് പറയുന്നത്. ഒരു കാർട്ടൂണിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണിത്. കാർട്ടൂണിൽ പലപ്പോഴും ഏതെങ്കിലും ഒരു സവിശേഷത വളരെ വലുതാക്കി കാണിക്കുന്നു. അപ്പോൾ നമ്മുടെ ഗ്രീക്ക് ഡ്രാമാറ്റിസ്റ്റായിട്ടുള്ള അരിസ്റ്റോഫെയിൻസ് തൻ്റെ ഡ്രാമയായിട്ടുള്ള ഫ്രോഗ്സിൽ ഈസ്കിലസിനെയും അതുപോലെ തന്നെ യൂറിപ്പിഡിസിനെയും ഒക്കെ അവിടെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ സെർവാൻറ്റസ് എന്ന സ്പാനിഷ് എഴുത്തുകാരന് തൻ്റെ കൃതിയായിട്ടുള്ള ജോൺ കിഹോട്ടിയിൽ
ആ ഒരു മെഡീവൽ റൊമാൻസിലും ആ ഒരു പാരഡി നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സാമുവൽ റിച്ചാർഡ്സൻ്റെ പമേളയുടെ ഒരു പാരഡിയാണ് ഹെൻറി ഫീൽഡിങ്സിൻ്റെ ഷമേല എന്ന് പറയുന്നത്. Then pastiche. A pastiche is a text that borrows heavily from other texts. In the olden times, it was used to show the lack of originality, but with the coming of postmodernism, it has achieved some respectability. It should not be confused with plagiarism because pastiche involves open borrowing with no deceptive intention. The French Lieutenant's Woman by John Fowles is a good example for a pastiche. ഇവിടെ ഈ ഒരു പാസ്റ്റിഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ള കൃതികളിൽ നിന്നും ധാരാളമായിട്ട് കടമെടുത്ത് കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന ഒരു രചനയാണ്. പണ്ടൊക്കെ തനിമ ഇല്ല എന്ന് കാണിക്കാനാണ് ഈ വാക്ക് അല്ലെങ്കിൽ ഈ ഒരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോസ്റ്റ് മോഡേണിസത്തിൻ്റെ വരവോടുകൂടെ ഇങ്ങനെയുള്ള രചനകൾക്ക് കുറേയൊക്കെ ഒരു റെസ്പെക്റ്റബിലിറ്റി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു അന്തസ്സ് ഉണ്ടാവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാസ്റ്റിഷും അതുപോലെ തന്നെ നമ്മുടെ പ്ലേജറിസവും ആയിട്ട് ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കരുതെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കാരണം പാസ്റ്റിഷിൽ തുറന്ന ഒരു കടമെടുക്കലാണ് നടക്കുന്നത്. അവിടെ ആ ഒരു വഞ്ചനയുടെ പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ഈ ഒരു ജോൺ ഫോൾസിൻ്റെ ദ ഫ്രഞ്ച് ലെഫ്റ്റനൻറ്റ്സ് വുമൻ എന്ന് പറയുന്നത് ഈ ഒരു പാസ്റ്റിഷിൻ്റെ നല്ലൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. നെക്സ്റ്റ് വൺ, ഇൻറ്റീരിയർ മോണോലോഗ്. ദിസ് ഈസ് ദ റിട്ടൺ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ക്യാരക്ടേഴ്സ് ഇന്നർ തോട്ട്സ്, ഇംപ്രഷൻസ് ആൻഡ് മെമ്മറീസ് ആസ് ഇഫ് സംവൺ ഈസ് ഓവർ ഹിയറിംഗ് ദം. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് ദ ഫൈനൽ ചാപ്റ്റർ ഓഫ് ഉലീസസ് ബൈ ജെയിംസ് ജോയ്സ്. ഓക്കെ, ഈ ഒരു ഇൻറ്റീരിയർ മൊണോലോഗ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ഇന്നർ തോട്ട്സും അതുപോലെ തന്നെ ഇംപ്രഷൻസും മെമ്മറീസും ഒക്കെ വേറൊരാൾ കേൾക്കത്തക്ക വിധത്തിൽ പ്രസൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ്. ഇതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ ജെയിംസ് ജോയ്സിൻ്റെ ഉലീസസ് ആണ്. ആ ഒരു ഉലീസസിൻ്റെ ആ ഒരു ലാസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ ചാപ്റ്റർ ആണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ stream of consciousness. In this narrative, we see the unbroken flow of perceptions, memories, thoughts, and feelings of the mind. Works of fiction that adopt this technique appear fragmented. Human mind does not think about one thing for long. Thoughts of different kinds flow into the mind. We can understand this if we think of a bee in a garden full of flowers. The bee sits on one flower, suddenly moves to another, then to another, and then maybe comes back to the first one. In the same way, our mind jumps from one thing to the other without any logical sequence. Some people use interior dialogue and stream of consciousness interchangeably. Famous practitioners of stream of consciousness technique are Dorothy Richardson, Virginia Woolf, James Joyce and William Faulkner. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു രചനയിൽ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്സിൽ അതിൽ ക്യാരക്ടറിൻ്റെ തോട്ടും മെമ്മറീസും ഫീലിങ്സും ഒക്കെ ഒരു ഇടതടവില്ലാതെ നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള നെറേറ്റീവ്സിൽ അല്ലെങ്കിൽ രചനകളിൽ കഥ മുറിഞ്ഞ് പല കഷ്ണങ്ങളായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പം മനുഷ്യ മനസ്സ് ഒരേ കാര്യത്തെപ്പറ്റി തന്നെ അധികം നേരം ചിന്തിക്കാറില്ല. അവിടെ പലവിധ തോട്ട്സും യാതൊരു ലോജിക്കും ഇല്ലാതെ മനസ്സിലേക്ക് കടന്നു വരികയാണ് ചെയ്യാറുള്ളത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിളായിട്ട് ഒരു ധാരാളം ഫ്ലവേഴ്സുള്ള ഒരു ഗാർഡനിലേക്ക് ഒരു തേനീച്ച അല്ലെങ്കിൽ ആ ഒരു ബി എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നോക്കിയാൽ മതി എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് ഒരു പൂവിൽ നിന്ന് വേറെ ഒന്നിലേക്കും പിന്നെ മറ്റൊന്നിലേക്കും തിരിച്ച് ആദ്യത്തിലേക്കും വരുന്നത് കാണാം. ഇതുപോലെ തന്നെയാണ് ആ ഒരു മനുഷ്യ മനസ്സ് ഒരു ചിന്തയിൽ നിന്ന് മറ്റൊന്നിലേക്ക് തുടർച്ചയായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ ആ ഒരു മനുഷ്യൻ്റെ വികാരങ്ങൾ അത് വരുന്നത് പോലെ പകർത്തുകയാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ചില നിരൂപകർ ഈ ഡയലോഗും നമ്മുടെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്സും ഒരേ അർത്ഥത്തിൽ യൂസ് ചെയ്യാറുണ്ട്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്ക് യൂസ് ചെയ്ത് ഒരു അല്ലെങ്കിൽ അത് ഉപയോഗിച്ച പ്രധാനപ്പെട്ട ഫേമസ് ആയിട്ടുള്ള ഒരു പ്രാക്ടീഷണേഴ്സ് ആണ് നമ്മുടെ ഡൊറോത്തി റിച്ചാർഡ്സൺ, അതുപോലെ തന്നെ വെർജീനിയ വൂൾഫ്, ജെയിംസ് ജോയ്സ്, വില്യം ഫോക്നർ എന്നിവർ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഈ ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്സിൽ പറയുന്നത്. Polyphony. According to Bakhtin, Dostoevsky is the creator of a new kind of novelistic genre called the polyphonic novel. Polyphony is a Greek term. It means many voices. In novel, it refers to the coexistence of autonomous yet interconnected voices. In a polyphonic novel, the narrator and the characters enjoy an equal stature. The character's word about himself and his word is just as important as the author's word. In a polyphonic novel, characters are not portrayed as the objects of narration of an omniscient narrator, but as subjects capable of self-expression.
Bakhtin also distinguishes between monologic and dialogic works. In a monologic work, the domination is by a single controlling voice, although there are dialogues in it. Dialogic works allow different conflicting voices to be heard. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബക്തിൻ്റെ അഭിപ്രായത്തിൽ ഡസ്റ്റോവസ്കിയാണ് നോവലിൻ്റെ ഒരു പുതിയ തരമായിട്ടുള്ള പോളിഫണിക് നോവലിന് തുടക്കം ഇട്ടിട്ടുള്ളത്. പോളിഫണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രീക്ക് ടേമാണ്. അതിൻ്റെ അർത്ഥം പല സ്വരങ്ങൾ എന്നാണ്. ഒരു നോവലിൽ വിവിധ പക്ഷേ ആ ഒരു ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള വോയിസസ് ഉള്ളതിനെയാണ് നമ്മൾ ഇത് കാണിക്കുന്നത്. പോളിഫണിക് രചനയിൽ കഥ പറയുന്ന ആൾക്കും അതിലെ ക്യാരക്ടേഴ്സിനൊക്കെ ഒരേ സ്ഥാനമാണുള്ളത്. ഒരു ക്യാരക്ടർ തന്നെ പറ്റിയും തൻ്റെ ലോകത്തെ പറ്റിയും പറയുന്നത് അത്രയും തന്നെ ഒരു പ്രാധാന്യമുണ്ട് ആ ഒരു ഓഥർ അയാളെ പറ്റിയും അയാളുടെ ആ ലോകത്തെ പറ്റിയൊക്കെ പറയുന്നത്. ഇത്തരം നോവൽസിൽ എല്ലാം അറിയാവുന്ന ഒരു കഥാകാരൻ ആ ഒരു കഥാപാത്രങ്ങളെ ചിത്രീകരിക്കുകയല്ല ചെയ്യുന്നത്. കാരണം ആ ഒരു ക്യാരക്ടേഴ്സിന് തനതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബക്തിൻ മോണോലോഗിക് അതുപോലെ തന്നെ ഡയലോഗിക് എന്നിങ്ങനെ ആ ഒരു വർക്ക്സിനെ വേർതിരിക്കുന്നുണ്ട്. മോണോലോഗിക് രചനയിൽ ഡയലോഗ്സ് ഉണ്ടെങ്കിലും ഒരു സ്വരം ഉയർന്നു നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഡയലോഗിക് രചനകളിൽ പരസ്പരം കലഹിക്കുന്ന വിവിധ വോയിസസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കോൺഫ്ലിക്റ്റിംഗ് വോയിസസ് കേൾക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂസ് പാർട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. സോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അതിന് മുൻപ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.